നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ കൂട്ടുകറി ആയാലോ? അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഒരു കപ്പ് കടല ഞാൻ ഒരു 6 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരെ കുറച്ച് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കായി ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞ്, പിന്നെ ചേന ഒരു 200 ഗ്രാമിന് അടുപ്പിച്ചിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, 3/4 ടീസ്പൂണോളം നല്ല ജീരകം, ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണ് ശർക്കര, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടു, കായ്മുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങ വേണം. തേങ്ങ ഒരു തേങ്ങേനെ അടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇടാം. അത് കുറച്ച് അരക്കാനും വേണം, ബാക്കി നമുക്ക് വറുത്തിടാനും വേണം. ഒരു 1/2 കപ്പ് തേങ്ങയും നല്ല ജീരകവും കൂടി ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ലോണം അരയേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഞാൻ തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് കൂടെ ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ചെറുങ്ങനെ വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വഴറ്റിയാൽ നമ്മൾ ഈ പീസെല്ലാം ചേനയും കായെല്ലാം തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് വാട്ടിയ ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് മുങ്ങണ്ട രീതിയിൽ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു 3/4 ഭാഗം നമ്മൾ ചേനയും കായും കൂടി വെന്തിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് ഒതുക്കി വെച്ചിട്ടില്ലേ തേങ്ങയും ജീരകവും കൂടി, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ തേങ്ങേൻ്റെ പച്ച ചൊയലൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഒന്ന് ഉപ്പും കൂടി നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട്. ലൂസും ആയി പോറ്, നന്ന കുറുകിയും പോറ്. ഇനി ഇത് ഇരുന്നുകൊണ്ട് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വറുത്തിടേണ്ട പാത്രം വെക്കാം. നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കടുക് പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വേണം. അധികം തീ കൂട്ടിയിട്ട് വേഗാക്കത് സ്ലോ ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ തേങ്ങയും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി ആ വറുക്കുമ്പോൾ, വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, നല്ല രസമുള്ള ആ മണമാണ്. അപ്പോൾ നമുക്കിനി ഇത് നമ്മളെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കൂട്ടുകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മളെ കൂട്ടുകറിയുടെ റെഡി ആയിട്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ആവശ്യത്തിനുള്ള തിക്കിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകറി.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.